ജീവിതം സ്റ്റക്കായിരിക്കുകയാണോ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്നു, പക്ഷേ ഒന്നും തുടങ്ങാൻ കഴിയുന്നില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ മോട്ടിവേഷൻ? എന്ത് ചെയ്യണമെന്നറിയില്ല. എൻ്റെ ഡ്രീംസ് എന്താണ്? PSC വേണോ? ബിസിനസ് വേണോ? അല്ലെങ്കിൽ ഹൗസ് വൈഫായി തുടരണമോ? കൺഫ്യൂഷൻ, ഓവർ തിങ്കിങ്, ഫിയർ, ഇതൊക്കെ നിങ്ങളെ സ്ലോ ആയി പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റായി മാറട്ടെ. കാരണം ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനല്ല വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ക്ലാരിറ്റി തരാനാണ്. നമ്മൾ സ്റ്റക്കാവുന്നത് എന്തുകൊണ്ടാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രോബ്ലം മനസ്സിലായാൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻ എളുപ്പമാകുകയുള്ളൂ. പ്രോബ്ലം നമ്പർ 1 കമ്പാരിസൺ ആണ്. നിങ്ങൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നു. അവൾക്ക് ജോബ് കിട്ടി, അവൻ ബിസിനസ് തുടങ്ങി, അവൾ സെറ്റിലായി. പക്ഷെ നിങ്ങളോ? നിങ്ങൾ സെയിം പ്ലേസിൽ തന്നെ. ഇത് നിങ്ങളെ മെൻ്റലി വീക്കാക്കും. പ്രോബ്ലം നമ്പർ 2 ടു മെനി ഓപ്ഷൻസ് ആർ ദർ. PSC, ബിസിനസ്, ഓൺലൈൻ വർക്ക്, ഹൗസ് വൈഫ്, അങ്ങനെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഓപ്ഷൻസ് കൂടുമ്പോൾ കൺഫ്യൂഷൻ കൂടി വരും. പ്രോബ്ലം നമ്പർ 3 ഫിയർ ഓഫ് റോങ് ഡിസിഷൻ. തെറ്റായാൽ, ഫെയിലായാൽ ഈ പേടി നിങ്ങളെ സ്റ്റാർട്ട് ചെയ്യാൻ പോലും അനുവദിക്കില്ല. പ്രോബ്ലം നമ്പർ 4 ലാക്ക് ഓഫ് സെൽഫ് അവയർനെസ്. സത്യത്തിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങൾക്ക് എന്താണ് കഴിവ് അറിയില്ല. ഒരു ഇമ്പോർട്ടൻറ്റ് ട്രൂത്ത് പറയാം, നിങ്ങൾ ലോസ്റ്റ് അല്ല, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. കൺഫ്യൂഷൻ ടെമ്പററി ആണ്, പക്ഷേ നിങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ അത് പെർമനൻ്റ് ആകും. ഇമേജിൻ ദിസ്, നിങ്ങൾ ഒരു വർഷം ഒന്നും ചെയ്യാതെ പോയാൽ സെയിം ലൈഫ്, സെയിം ഫ്രസ്ട്രേഷൻ, സെയിം റിഗ്രറ്റ്, ഇത് തന്നെ നിങ്ങളെ പിന്തുടരും. പക്ഷേ ഇന്ന് ചെറിയൊരു സ്റ്റെപ്പ് എടുത്താൽ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പേഴ്സൺ ആയിരിക്കും. സോ റിമെമ്പർ, ക്ലാരിറ്റി വരുന്നത് ആക്ഷൻ എടുത്താൽ മാത്രമാണ്. നിങ്ങളുടെ ലൈഫ് ആർക്ക് വേണ്ടി? പാരൻസിന് വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടി, റിലേറ്റീവ്സിന് വേണ്ടി? നിങ്ങൾ എല്ലായ്പ്പോഴും ചിന്തിക്കുന്നത് അവർക്കെന്ത് തോന്നും. ഇത് നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ട്രാപ്പാണ്. ഒരു ഹാർഷ് ട്രൂത്ത് ഞാൻ പറയാം, ആരും നിങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല. എല്ലാവർക്കും അവരുടെ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ബിസിയാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നു. അത് ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കൂ, ഞാൻ എൻ്റെ ജീവിതം എനിക്ക് വേണ്ടി ജീവിക്കും. റിമെമ്പർ ദിസ്, അപ്രൂവൽ തേടുന്നവർക്ക് സക്സസ് കിട്ടാറില്ല. നിങ്ങൾക്ക് PSC വേണോ? ബിസിനസ് വേണോ? ഹൗസ് വൈഫ് ആവണോ? ആൻസർ സിമ്പിളാണ്. റൈറ്റ് ചോയ്സ് എന്നൊന്നില്ല, റൈറ്റ് ഫോർ യു എന്നത് മാത്രമേ ഉള്ളൂ. PSC, ബിസിനസ്, ഹൗസ് വൈഫ് അല്ലെങ്കിൽ അതർ ഓപ്ഷൻസ്, അത് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. PSC എന്നത് ഒരു സ്റ്റെബിലിറ്റി തരും, സൊസൈറ്റിയിൽ നമുക്ക് റെസ്പെക്റ്റ് ലഭിക്കും. അതുപോലെ ബിസിനസ് നമുക്കൊരു ഫ്രീഡമാണ്, ഫ്രീഡം ഓഫ് ഗ്രോത്ത്. അതുപോലെ ഹൗസ് വൈഫ് എന്നത് ചിലർക്കത് പീസ്, ഫാമിലി, ഹാപ്പിനെസ് മൂഡാണ്. പക്ഷേ നിങ്ങളുടെ ഹാർട്ട് എന്ത് പറയുന്നു? PSC പഠിക്കുമ്പോൾ എക്സൈറ്റഡ് ആണോ? ബിസിനസ് ചിന്തിക്കുമ്പോൾ എക്സൈറ്റഡ് ആണോ? വീട് നോക്കുമ്പോൾ ഹാപ്പിയാണോ? ദാറ്റ് ഫീലിംഗ് ഈസ് യുവർ ആൻസർ. മറ്റുള്ളവർക്ക് ശരിയുള്ളത് നിങ്ങൾക്ക് ശരിയാവണമെന്നില്ല. സോ ചൂസ് ബേസ്ഡ് ഓൺ യുവർ ലൈഫ്. ഡ്രീം കണ്ടെത്താൻ സിമ്പിളായിട്ടൊരു ഫോർമുല ഞാൻ പറഞ്ഞു തരാം. ഓൺലി 3 ക്വസ്റ്റ്യൻസ്. വാട്ട് യു ലവ്, വാട്ട് യു ആർ ഗുഡ് അറ്റ്, വാട്ട് ഗീവ്സ് യു പീസ്. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്താണ്? നിങ്ങൾക്ക് നാച്ചുറലി വരുന്ന കഴിവെന്താണ്? നിങ്ങൾക്ക് മനസ്സമാധാനം തരുന്നത് എന്താണ്? ഈ 3ഉം ഓവർലാപ്പ് ചെയ്യുന്നിടത്താണ് നിങ്ങളുടെ ഡ്രീം. ഇറ്റ് മേ നോട്ട് ബി ബിഗ്, പക്ഷേ അത് നിങ്ങളെ ഹാപ്പിയാക്കും. ഡ്രീം കിട്ടിയാൽ മാത്രം പോരാ, ആക്ഷൻ എടുക്കണം. നാളെ മുതൽ എന്നല്ല, ഇന്ന് മുതൽ 1 hour നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി. ചെറിയ സ്റ്റെപ്സ് ആയിക്കോട്ടെ, പക്ഷേ കൺസിസ്റ്റൻ്റ് ആയി ചെയ്യണം. ഡെയിലി 1 hour. ഡെയിലി 1 hour എന്ന് പറയുന്നത് 365 hours per year ആണ്. ദാറ്റ് ക്യാൻ ചേഞ്ച് യുവർ എൻ്റയർ ലൈഫ്. റിമെമ്പർ, പെർഫെക്റ്റ് ടൈം വരില്ല, നിങ്ങൾ തുടങ്ങുന്ന സമയം തന്നെ പെർഫെക്റ്റ് ആണ്. ഇപ്പോഴും ജീവിതം സ്റ്റക്കായിരിക്കുകയാണോ? അത് നിങ്ങളുടെ ഫാൾട്ടല്ല, പക്ഷേ അതിൽ നിന്ന് പുറത്തു വരുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇന്നൊരു തീരുമാനമെടുക്കും, ഇനി ഞാൻ എൻ്റെ ജീവിതം എനിക്ക് വേണ്ടി മാത്രം നിർമ്മിക്കും. അതോടെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും, നിങ്ങൾ ആക്ഷൻ എടുക്കും, നിങ്ങൾ വിജയിക്കും. ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ നിങ്ങളെ തന്നെ ഓർത്ത് അഭിമാനിക്കും. ഈ വീഡിയോ നിങ്ങളെ അതിന് സഹായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ഇതുപോലുള്ള ടോപ്പിക്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.